ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിൻ്റെ രണ്ടാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുമ്പോൾ പുതിയ പ്രോമോയാണ് വൈറലാകുന്നത്. 18 മത്സരാർത്ഥികളുമായാണ് 7ാം സീസൺ രണ്ടാം ആഴ്ചയിലേക്ക് കടന്നത്. വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നൽകിയ ടാസ്ക് വഴക്കിലും കയ്യാങ്കളിയിലും അവസാനിച്ചതോടെയാണ് ഷോ നിർത്തിവെക്കുകയാണ് എന്നുള്ള അറിയിപ്പ് ബിഗ് ബോസിൽ നിന്നും വരുന്നത്. റാങ്കിംഗ് ടാസ്ക്കാണ് മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് രണ്ടാം ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ നൽകിയിരിക്കുന്നത് എന്നാണ് പുതിയ പ്രോമോയിൽ നിന്നും മനസ്സിലാകുന്നത്. ഈ സീസണിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും കിടിലൻ പ്രോമോയാണ് പുതിയത്. എല്ലാ സീസണുകളിലും റാങ്കിംഗ് ടാസ്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ 50 ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ മാത്രമാണ് ഈ ടാസ്ക് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകാറുണ്ടായിരുന്നത്. ഇത്തവണത്തെ സീസണിൻ്റെ ടാഗ്ലൈൻ തന്നെ 7ൻ്റെ പണി എന്നായതുകൊണ്ടാകണം രണ്ടാം ആഴ്ചയിൽ തന്നെ റാങ്കിംഗ് ടാസ്ക് ബിഗ് ബോസ് നൽകിയത്. റാങ്കിംഗ് ടാസ്കിൽ അടി നടക്കാറുള്ളത് 1നും 5നും ഇടയിലുള്ള സ്ഥാനങ്ങൾ സ്വന്തമാക്കാൻ മത്സരാർത്ഥികൾ ശ്രമിക്കുമ്പോഴാണ്. ഈ ടാസ്കിനായി ഇത്തവണ മത്സരാർത്ഥികൾക്ക് പ്രത്യേക വസ്ത്രങ്ങളടക്കം ബിഗ് ബോസ് നൽകിയിട്ടുമുണ്ട്. ടാസ്ക് ആരംഭിച്ചപ്പോൾ താനാണ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് നിൽക്കാൻ അർഹനെന്ന് അനീഷ് വാദിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം തന്നെ. അനീഷ് തന്നെയാണ് പ്രോമോയിലും ടാസ്കിലും നിറഞ്ഞു നിൽക്കുന്നത്. കോമണർ മത്സരാർത്ഥി അനീഷും മറ്റ് മത്സരാർത്ഥികളും തമ്മിലാണ് വഴക്ക്. അനീഷിനെ മറ്റ് മത്സരാർത്ഥികൾ ഉപദ്രവിച്ചോ എന്നുള്ള സംശയവും പ്രോമോ കണ്ടതോടെ പ്രേക്ഷകർക്കുണ്ട്. തർക്കത്തിൽ തുടങ്ങിയ വഴക്ക് കൈവിട്ടു പോയതോടെയാണ് ബിഗ് ബോസ് ഇടപെട്ടതും 7ാം സീസൺ നിർത്തിവെക്കുകയാണ് എന്നും മത്സരാർത്ഥികളുമായി ഇനി ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ബിഗ് ബോസ് ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നും അറിയിച്ചിരിക്കുന്നത്. ഞാൻ 1ാം സ്ഥാനത്ത് നിൽക്കാൻ അർഹനാണ്, അവിടെ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല, എൻ്റെ ചെയറിൽ തൊടാൻ പാടില്ല, ഞാൻ ആ ചെയർ എന്നെല്ലാമാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. ഇത് മറ്റ് മത്സരാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആദ്യം പ്രകോപിതനായി പ്രതികരിച്ചത് അപ്പാണി ശരത്താണ്. തൊട്ടാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് അനീഷും ശരത്തും തമ്മിൽ വാക്കേറ്റമായി. 1ാം ദിവസം മുതൽ ശത്രുക്കളാണ് അപ്പാനി ശരത്തും അനീഷും. ഇതവണ ബിഗ് ബോസ് ടീം മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന 7ൻ്റെ പണിയിൽ 1 അനീഷിനാണെന്നാണ് വീക്കെൻഡിലെ മോഹൻലാലിൻ്റെ സംസാരത്തിൽ നിന്നും വ്യക്തമായത്. അനീഷിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിക്കനുസരിച്ചാകും മറ്റ് മത്സരാർത്ഥികളുടെ ഹൗസിലെ നിലനിൽപ്പ്. അനീഷ് 1ാം സ്ഥാനത്തിനായി വാദിച്ചതോടെ അക്ബറും പ്രതികരിച്ചു. അവൻ 1ാം സ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിൽ തനിക്ക് 2ാം സ്ഥാനം വേണ്ട എന്നാണ് അക്ബർ പറഞ്ഞത്. പുതിയ ക്യാപ്റ്റനെന്നോ പഴയ ക്യാപ്റ്റനെന്നോ ഒന്നുമില്ല, എനിക്ക് 1ാം സ്ഥാനം വേണമെന്ന് അനീഷ് വീണ്ടും ആവർത്തിച്ചു. അതോടെയാണ് വാക്ക് തർക്കം ഉന്തും തള്ളിലേക്കും കയ്യാങ്കളിയിലേക്കും മാറിയത്. അതോടെ ബിഗ് ബോസ് ഇടപെട്ടു. ഈ നിമിഷം മുതൽ ഈ ടാസ്കോ ആക്ടിവിറ്റിയോ ഈ വീട്ടിൽ ഉണ്ടാവുകയില്ല, മാത്രമല്ല ഒരു തരത്തിലുള്ള ആശയവിനിമയവും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല എന്നും സീസൺ 7 താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നും അറിയിച്ചു. ബിഗ് ബോസിൻ്റെ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്.